നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാർ ആശുപത്രികളിലെ വ്യാപക ചികിത്സാ പിഴവ് അടിയന്തര യോഗം വിളിച്ച ആരോഗ്യമന്ത്രി. നടപടി പരാതികൾക്ക് പിന്നാലെ തൈക്കാട് ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിന് 4 ദിവസത്തിനു ശേഷം പോസ്റ്റ്മോർട്ടം. സംസ്ഥാനത്ത് മഴ ദുരിതം തുടരുന്നു. തിരുവനന്തപുരത്ത് വീടിന് ചുമരിടിഞ്ഞ് ഒരു മരണം. മഴയ്ക്ക് നേരിയ ശമനം. 3 ജില്ലകളിലെയും റെഡ് അലേർട്ട് പിൻവലിച്ചു. കോഴിക്കോട് യുവാവ് ഷോക്കേറ്റ് മരിച്ചതിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ഗവർണർക്ക് തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചക്കകം പുതിയ നാമനിർദ്ദേശത്തിന് ഉത്തരവ്. സർക്കാർ നോമിനേഷൻ ശരിവെച്ച് ഹൈക്കോടതി. പി ജയരാജൻ വധശ്രമ ഗൂഢാലോചന കേസിൽ കെ സുധാകരൻ ആശ്വാസം. സുധാകരനെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി. സർക്കാർ അപ്പീൽ പോകണമെന്ന് പി ജയരാജൻ. സിപിഎമ്മിന്റെയും ബിജെപിയുടെയും രാഷ്ട്രീയ നയങ്ങൾക്കേറ്റ തിരിച്ചടിയെന്ന് സുധാകരൻ. അവയവ കച്ചവട കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഇരയായ പാലക്കാട് സ്വദേശിയെ തേടിയ അന്വേഷണ സംഘം. അവയവ മാഫിയയുമായുള്ള ബന്ധം ഹൈദരാബാദിൽ നിന്നാണെന്ന് പ്രതി സബിത്തിന്റെ മൊഴി. IPL ആദ്യ ഫൈനലിസ്റ്റിനെ